നമസ്കാരം കുട്ടികളെ, നമ്മുടെ ഫിസിക്സ് ക്ലാസ്സുകളുടെ റിവിഷൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ അതിമനോഹരമായ ചാപ്റ്ററുമായിട്ടാണ്. വളരെ എളുപ്പം പഠിച്ചെടുക്കാവുന്ന, ഇതിൽ നിന്ന് ചോദിക്കാവുന്ന 3 അല്ലെങ്കിൽ മാക്സിമം 4 മാർക്കിനെയും ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ആ 4 മാർക്കും ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇന്ന് നമുക്ക് കുറച്ച് ബേസിക് കൺസെപ്റ്റുകളും അതുപോലെ തന്നെ അതിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അധികം സമയം നമുക്ക് നഷ്ടപ്പെടുത്തുന്നില്ല, അതുകൊണ്ട് നമുക്ക് തന്നെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേടാ? ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഭാഗങ്ങളാണ് ചോദിക്കാറ്. ആ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെസ് സ്ട്രെയിൻ ഭാഗം. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിന്, എത്ര തരത്തിലുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഓക്കെ, ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗമാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇലാസ്റ്റിസിറ്റി, എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് രണ്ടാമത്തെ പാർട്ട് വരുന്നത്. മൂന്നാമത്തെ പാർട്ടാണ് നമ്മുടെ സ്വന്തം ഹുക്സ് ലോ. ഓക്കെ, എന്താടാ? ഹുക്സ് ലോ ആൻഡ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓക്കെ, അപ്പോൾ ഈ 3 പാർട്ടുകളിൽ നിന്നാണ് സാധാരണയായി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറ്. അപ്പോൾ ഇതിൽ ചോദിച്ചു വന്നിട്ടുള്ള, കഴിഞ്ഞ പ്രീവിയസ് ഇയറിലായിട്ട് ചോദിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ അല്ലേടാ? നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം എന്താണ് സ്ട്രെസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം വരേണ്ട കാര്യമാണ് എന്താണടാ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. എന്താടാ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? സ്ട്രെസ് എന്താ? ഇറ്റ് ഈസ് ദ, പറഞ്ഞോ എന്താണ്? ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? സ്ട്രെസ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിലോ സൈസിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാടാ എന്ത്? ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്താണ് അതിന് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്പ്രിങ് കൺസിഡർ ചെയ്യാം. ആ സ്പ്രിങ്ങിനെ നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ വലിച്ചു നീട്ടിയാൽ അല്ലേ, അതിനൊരു എന്ത് സംഭവിക്കടാ? ഒരു ഇലോങ്ങേഷൻ സംഭവിക്കില്ല. അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആവുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ലെങ്ത് ഇൻക്രീസ് ആവുന്നു. അപ്പോൾ അതിന് കാരണക്കാരം അല്ലേ, അതിൻ്റെ ഒരു എന്താണ് ഇവിടെ ലെങ്ത്, അതിൻ്റെ ഒരു ഷേപ്പ് മാറിയിട്ടുണ്ട്, ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ആ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള കാരണക്കാരൻ ആരാടാ? നമ്മൾ കൊടുത്ത ഫോഴ്സ് അല്ലേ? ആ ഫോഴ്സിന് പറഞ്ഞ പേരാണ്, അല്ലെങ്കിൽ ആ ഷേപ്പിന് ചേഞ്ച് സംഭവിക്കാൻ, അതിനൊരു ഡിഫോർമേഷൻ സംഭവിക്കാൻ കാരണക്കാരനായ നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാടാ ഡീഫോമിംഗ് ഫോഴ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ആദ്യം പഠിച്ചത്? ഡീഫോമിംഗ് ഫോഴ്സ്. എന്താണ് ഡീഫോമിംഗ് ഫോഴ്സ്? ക്ലിയർ ആണല്ലോ? ഡീഫോമിംഗ് ഫോഴ്സ് എന്താണെന്ന കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചേഞ്ച് ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ഇപ്പോൾ ഒരു സ്പ്രിംഗ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്തിൽ ചേഞ്ച് വരും അല്ലേ. ഇപ്പോൾ ഒരു വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ വോളിയത്തിൽ ചേഞ്ച് വരും. അല്ലെങ്കിൽ നമ്മളൊരു ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് കൊടുത്താൽ അതിൻ്റെ ഷേപ്പിൽ ഒരു ചേഞ്ച് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആ ചേഞ്ച് അല്ലേ, അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ആ ചേഞ്ച് ഇൻ ഡയമെൻഷൻ പെർ ഒറിജിനൽ ഡയമെൻഷൻ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. ഓക്കെ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ പെർ ഒറിജിനൽ ഡയമെൻഷൻ. ഇതിനെ വിളിക്കുന്ന പേരാടാ എന്ത്? നമ്മൾ എന്താ വിളിക്കുക ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെയിൻ. ക്ലിയർ ആണോ? ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റോഡ് എടുക്കുകയാണ്. അതിന് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു. അതിൻ്റെ ലെങ്ത്ത് ഒരു 2 സെൻറ്റിമീറ്റർ കൂടി ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെയിൻ എന്തായിരിക്കും? സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു അല്ലേ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഇവിടെ ഉണ്ടായ ചേഞ്ച് എത്രയാ? ആ എക്സ്ട്രാ വന്ന 2 അല്ലേ ഇവിടുത്തെ ചേഞ്ച്? 2 ബൈ അല്ലേ ഒറിജിനൽ ഡയമെൻഷൻ എത്ര, അല്ലെങ്കിൽ ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നുടാ? 5 ആയിരുന്നു. സോ നമുക്ക് പറയാൻ പറ്റും സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു 2/5. ഓക്കെ, ഇതാണ് ജസ്റ്റ് എന്താണ് സ്ട്രെയിൻ എന്ന് പറയാൻ കാരണം കേട്ടോ. ഓക്കെ, ഇനി സ്ട്രെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കടാ, ഒരു സ്പ്രിങ്ങിനെ നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ ആഗ്രഹം അത് നിങ്ങൾ അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാനായിരിക്കുമോ? അല്ല, സ്പ്രിങ്ങിന് എന്തായിരിക്കും ആഗ്രഹം? അതിൻ്റെ പഴയ നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരാനായിരിക്കും ആ സ്പ്രിങ്ങിന് ആഗ്രഹം. അല്ലെങ്കിൽ സ്പ്രിങ് എന്നല്ല, ഏതൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ, നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് എത്താൻ ആർക്കൊരു ടെൻഡൻസി ഉണ്ടാവും? നമ്മുടെ മെറ്റീരിയലിന് ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ മെറ്റീരിയലിന് ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യടാ? വീണ്ടും പഴയ ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്
ആ മെറ്റീരിയൽ ഒരു ഫോഴ്സ് സ്വയം ബിൽഡ് ചെയ്യും. ഓക്കെ, അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തിട്ട് ഒരു ചേഞ്ചിങ് ഡയമെൻഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മെറ്റീരിയലിന് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് അവർ ജനറേറ്റ് ചെയ്യും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ആ കൈൻഡ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ അല്ലടാ, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയനെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. ക്ലിയർ ആണേ? ഓക്കെ അല്ലടാ, ശരി. ഇപ്പം സ്ട്രെസ് നമ്മൾ പഠിച്ചു, സ്ട്രെയിൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി സ്ട്രെസ്സും സ്ട്രെയിനും പല വിധത്തിലുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സ്ട്രെസ് തന്നെ ഒന്നാമത്തേതാണ് ലീനിയർ സ്ട്രെസ്. ലീനിയർ സ്ട്രെസ് എന്തായിരിക്കും ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് പറയാൻ പറ്റും, ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ, ഒരു ലീനിയർ ആയിട്ടുള്ളൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ലീനിയർ സ്ട്രെയിൻ കാരണം ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ സ്ട്രെസ്. ക്ലിയർ അല്ലേ? അതായത് ഒരു ലെങ്ത്ത്, ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ സ്ട്രെസ്. ക്ലിയർ അല്ലേ? ലീനിയർ സ്ട്രെസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളാണ് ദാറ്റ് ഈസ് ഷിയറിംഗ് സ്ട്രെസ്. ഓക്കെ, ഷിയറിംഗ് സ്ട്രെസ്. എന്താണ് ഈ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കട്ടിയുള്ള ഒരു ഫിലിമോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ആ ഫിലിമിലേക്ക് ടാൻജൻഷ്യലായിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും പിന്നെ ഉണ്ടാവുക അല്ലേടാ? നോക്കിക്കേ, ഈ ഒരു ഷേപ്പിലായിരിക്കില്ല ഉണ്ടാവുക. ആണ്. സോ ഇങ്ങനെ ടാൻജൻഷ്യലായിട്ടൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ? ഷേപ്പാണ് ഇവിടെ ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഈ ഷേപ്പ് ചേഞ്ച് കാരണം ആ ഒരു മെറ്റീരിയൽ എന്ത് സംഭവിക്കടാ? ഒരു സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പഴയ ഷേപ്പിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ഈ ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. അത് കാരണം ആ മെറ്റീരിയൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. ഓക്കെ, ഇതിനെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നും വിളിക്കും കേട്ടോ. എന്താ വിളിക്കുക? ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നും വിളിക്കും. കാരണം എന്താ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആയതുകൊണ്ട് ഇതിനെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നും വിളിക്കും. ഇനി ഓക്കെ, മൂന്നാമത്തെ ആളാണ് ബൾക്ക് സ്ട്രെസ്. ബൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് അല്ലേ? പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ സംഭവം എന്ന്. എന്താണ്? ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ, ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ വോളിയത്തിലേക്ക് നമ്മളൊരു സ്ട്രെസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇതിൻ്റെ വോളിയം ഡിക്രീസ് ആവില്ലേ? ഡിക്രീസ് ആവും. അപ്പോൾ അത് കാരണം നമ്മുടെ ആ ബോഡിയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഡീഫോമിംഗ് ഫോഴ്സ് പഴയ ഫോമിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഒന്നെന്താണ്? ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ ഷിയറിംഗ് സ്ട്രെസ്സിൽ ഷേപ്പാണ് ചേഞ്ച് ചെയ്യുന്നത്. മൂന്നാമത്തെ കേസിൽ വോളിയം ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിനെ 3 തരത്തിൽ പറയാലോ. ഏതൊക്കെയാ സ്ട്രെയിൻ്റെ 3 തരങ്ങൾ? ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ. ഏതായിരിക്കും? ഫസ്റ്റ് വൺ ലീനിയർ സ്ട്രെയിൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെയിൻ ഒക്കെ വിളിക്കും കേട്ടോ. ടെൻസൈൽ സ്ട്രെയിൻ, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് കേട്ടോ. ലീനിയർ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ടെൻസൈൽ സ്ട്രെയിൻ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അതെന്താ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു, ലീനിയർ സ്ട്രെയിൻ എന്തായിരിക്കടാ? നമുക്ക് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ കഴിഞ്ഞു. ഇനി അടുത്ത് രണ്ടാമത്തെ സ്ട്രെയിൻ ഏതാണ്? ലീനിയർ സ്ട്രെയിൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രെയിൻ ആണ് ദാറ്റ് ഈസ് ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ. ഓക്കെ, ടാൻജൻഷ്യൽ സ്ട്രെയിൻ. ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ടാൻജൻഷ്യൽ സ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കടാ? നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഒരു ബോഡിയാണ്. അതിലേക്ക് നമ്മൾ ടാൻജൻഷ്യൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അതിൻ്റെ ഷേപ്പ് ഇതുപോലെ അങ്ങ് ചേഞ്ച് ആവുന്നു.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഈ ഒരു ആംഗിൾ അല്ലടാ അവിടെ വ്യത്യാസം വന്നേ, ഒരു തീറ്റ ആംഗിൾ എന്ത് ചെയ്തു, നമ്മുടെ ബോഡി ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ബൈ നോക്കടാ ഇവിടെ എത്ര ചേഞ്ച് വന്ന് നോക്കി, ഇവിടെ ഒരു എൽ എന്ന് പറഞ്ഞൊരു ലെങ്ത്ത് ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? എൽ എന്ന് പറഞ്ഞൊരു ലെങ്ത്ത്, അല്ലെങ്കിൽ എൽ വേണ്ട നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എല്ലാം പോയോ? ഒരു തീറ്റ ആംഗിൾ ആണെങ്കിൽ ഇവിടെ ഒരു എക്സ് എന്ന് പറയാം, ഒരു എക്സ് എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ഇവിടെ ഒരു ചെറിയ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ വിഡ്ത്ത് എൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഷിയറിംഗ് സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് പറയടാ, ദാറ്റ് ഈസ് അല്ലേ ചേഞ്ച് ഇവിടെ എത്ര, ആ ചേഞ്ച് ഷിഫ്റ്റ് എത്രയാ, എക്സ് ആണ്. ബൈ ഇവിടെ ഇത് എത്രയാടാ, നമ്മുടെ ഒറിജിനൽ ഇതിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു, അല്ലെങ്കിൽ ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നു, എൽ ആണ്. എക്സ് ബൈ എൽ. നോക്കിയേ, നമുക്ക് ഈ തീറ്റ വെച്ച് പറയുകയാണെങ്കിൽ വാട്ട് വിൽ ബി എ ടാൻ തീറ്റ. ഇവിടെ നോക്കിയേ, ഈ തീറ്റ നോക്കിയിട്ട് ടാൻ തീറ്റ എത്ര ആയിരിക്കും? ടാൻ തീറ്റ പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ, എക്സ് അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് എത്രയാ, എൽ. ഇതു തന്നെയല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഷിയറിംഗ് സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു ടാൻ തീറ്റ. ഇതും കറക്റ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എൽ എഴുതിയാലും ഓക്കെയാണ്, ടാൻ തീറ്റ പറഞ്ഞാലും ഓക്കെയാണ്. എന്താണ് തീറ്റ? ആ ചേഞ്ച് അല്ലേ, ആ ആംഗിളിനുണ്ടായ ചേഞ്ചിനെയാണ് തീറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. ഇനി മൂന്നാമത്തെ ആളാണ് നമ്മൾക്ക് വേണ്ടത് ബൾക്ക് സ്ട്രെയിൻ. എന്താടാ, ബൾക്ക് സ്ട്രെയിൻ. ഓക്കെ, ഈ ബൾക്ക് സ്ട്രെയിൻ ഉദ്ദേശിക്കുന്നത് എന്താ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്താ, ഏത് ഡയമെൻഷനാണ് മാറുന്നത്, വോളിയം ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അല്ലേ? വോളിയം ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, അവിടെ ഒരു ബൾക്ക് സ്ട്രെയിൻ ഉണ്ടായെന്ന് പറയും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ നമ്മളൊരു സ്പിയറോ എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാടാ, ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കടാ, വോളിയത്തിൽ ചേഞ്ച് സംഭവിക്കും അല്ലേ? വോളിയത്തിൽ ചേഞ്ച് സംഭവിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും ബൾക്ക് സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചേഞ്ച് ഇൻ വോളിയം നോക്കിയേ, വോളിയം കുറയില്ലടാ ചെയ്യപ്പോഴും. നോക്കിയേ, നമ്മൾ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിനേക്കാൾ വീണ്ടും നമ്മൾ പുറത്തുനിന്ന് അകത്തേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. സോ എന്ത് സംഭവിക്കും, വോളിയം കുറയാനാണ് ചാൻസ് അല്ലേ, അല്ലെങ്കിൽ കുറയേ ചെയ്യുള്ളൂ. സോ നമുക്കിതിന് കുറയുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് സൈൻ കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും ബൾക്ക് സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു -Δv by v അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ദാറ്റ് ഈസ് ഹുക്സ് ലോ കേട്ടോ. എന്താടാ, ഹുക്സ് ലോ. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹുക്സ് ലോ. ഹുക്സ് ലോ പറഞ്ഞാൽ ഇത്രേ പറയുന്നുള്ളൂ. ഹുക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, എന്താ പറയുന്നത്, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇത്രേ പറഞ്ഞുള്ളൂ. സിമ്പിൾ അല്ലടാ. നമുക്ക് എന്ത് പറയാൻ പറ്റും, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, ക്ലിയർ ആണേ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒരൊറ്റ സെൻറ്റൻസിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് എന്താ, സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് കൂടാ, സ്ട്രെസ് കൂടും. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്ട്രെസ് is directly proportional to strain. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയടാ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ എന്താ ചെയ്യുക, പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ ടു സൈൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കെ ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, ഈ സ്ട്രെയിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു കെ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു കെ. എന്താടാ, ദിസ് ഇസ് കെ. ഈ കെ എന്ന് വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ക്ലിയർ ആണോ? ഇതിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. കെ എന്താണ് കെ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും എന്തുണ്ടാ, 3 തരത്തിലുണ്ട്. ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തെയാണ് യങ്സ് മോഡുലസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് യങ്സ് മോഡുലസ്. എന്താ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം യങ്സ് മോഡുലസ് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ദാറ്റ് ഈസ് ലീനിയർ വൈ ആണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. യങ്സ് മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വൈ ആണ്. സോ വാട്ട് ഈസ് വൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞാൽ മതി, ദാറ്റ് ഈസ് ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ.
ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. ഓക്കെ അല്ലേ? ലീനിയർ സ്ട്രെസ് എന്താ, സ്ട്രെയിൻ എന്താ, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചേ ഉള്ളൂ. സോ നമുക്ക് എഴുതാൻ പറ്റും ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അല്ലേ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ബൈ ലീനിയർ സ്ട്രെയിൻ എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ സോ ആൻസർ നമുക്ക് എന്തിട്ടാ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു അല്ലേ എഫ് ബൈ എ അല്ലേ, എൽ മുകളിലേക്ക് വന്നു, ഡെൽറ്റ എൽ താഴെ വരുന്നു. സോ നമുക്ക് എഴുതാൻ പറ്റും ഫൈനൽ ആൻസർ വിൽ ബി y ഇസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. ഈ പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ് y ഇസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ. ക്ലിയർ അല്ലേ? എന്താണ് എഫ്, ഫോഴ്സ്, എൽ എന്താ, ലെങ്ത്, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താടാ, ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ, സെറ്റ് അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ഫൈൻ. ഇനി രണ്ടാമത് വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും നമ്മൾ, റിജിഡിറ്റി മോഡുലസ്. ഈ പേരുകൾ സൂക്ഷിച്ച് വെച്ചോളണേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ 2-3 പേരുകളൊക്കെ ഉണ്ട്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് എന്ന് വിളിക്കും. എന്താ സാധനം, എന്തായിരിക്കടാ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലേ, ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് ഷിയർ മോഡുലസ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ, ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ ഷിയറിംഗ് സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജി കേട്ടോ. ജി എന്നാണ് ഷിയറിംഗ് മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്, ജി ആണ് കേട്ടോ. അപ്പോൾ ജി എന്നാണെങ്കിൽ നമുക്ക് പറയാം ഷിയറിംഗ് സ്ട്രെസ് വിൽ ബി ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ അല്ലേ, ഷിയറിംഗ് സ്ട്രെയിൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടാൻ തീറ്റ എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ, ടാൻ തീറ്റ എന്ന് പഠിച്ച ഓർമ്മയുണ്ട്. നമുക്ക് പറയാം ഇഫ് തീറ്റ ഈസ് സ്മോൾ, ഇഫ് തീറ്റ സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു തീറ്റ അല്ലേ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, തീറ്റയോട് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ജി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ബൈ തീറ്റ, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് എഫ് ബൈ എ തീറ്റ. ഓക്കെ അല്ലേടാ? ഈ ഒരു ഇക്വേഷനും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്, എന്താണ്, ദാറ്റ് ഈസ് ഷിയറിംഗ് മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. ക്ലിയർ അല്ലേ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ശരി. ഇനി മൂന്നാമത്തെ ആൾ ആരായിരിക്കൂടാ, എന്താണ്, ദാറ്റ് വിൽ ബി അല്ലേ, നിങ്ങൾക്കറിയാം ബൾക്ക് മോഡുലസ് അല്ലേ, ബൾക്ക് മോഡുലസ് അല്ലേ, ആണ്, ബൾക്ക് മോഡുലസ് ആണ്. ഓക്കെ ക്ലിയർ. ബൾക്ക് മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബി. ഓക്കെ, ഏതാടാ, ബി ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് അറിയാൻ പറ്റും ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കടാ, വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ അല്ലേ, വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആയിരിക്കും. എളുപ്പല്ലേ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഇല്ല. വോളിയം സ്ട്രെസ് എന്താടാ, എന്തായിരിക്കും, ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. ബൈ എന്തായിരിക്കും, വോളിയം സ്ട്രെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്തായിരുന്നു, ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ വി ബൈ വി അല്ലേ. നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് വി ഡിവൈഡഡ് ബൈ മൈനസ് എഫ് വി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, സിമ്പിൾ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എളുപ്പമാണെന്ന് വിചാരിച്ചോട്ടെ, ഉറപ്പല്ലേ, ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 3 മോഡുലസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേടാ? സെറ്റ്. ഓക്കെ, ഇവിടെ ഒന്ന് കട്ട് ചെയ്യണേ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതാണ് ഈ ചാപ്റ്ററിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഇതാണ്, ദാറ്റ് ഈസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു സ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയായിരിക്കും, അതിനൊരു ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ ആയിരിക്കും കിട്ടുക. ആൻഡ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി, നോക്കിക്കോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ഗ്രാഫ് ഉണ്ടാവുക. വൈ ആക്സിലായിരിക്കും
വൈ ആക്സിസിൽ സ്ട്രെസ് ആയിരിക്കും, എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആയിരിക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, എക്സ് ആക്സിൽ ആരായിരിക്കും? സ്ട്രെയിൻ ആയിരിക്കും, വൈ ആക്സിൽ സ്ട്രെസ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് സാധാരണ ചോദിക്കാറ്. ഓക്കെ, കൺഫ്യൂസിങ് ആവുന്ന ഒരു ഭാഗമാണ് ഇതിൽ ഏത് ഭാഗമാണ്, ഒരു പോയിന്റ് തരും, അത് ഇതിൽ ഏത് ഭാഗമാണെന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ പറഞ്ഞാൽ ഇതിന് ഓരോ പോയിന്റുകൾക്ക് പേര് കൊടുക്കുകയാണ്. ദിസ് പോയിന്റ് ഈസ് എ, ദിസ് പോയിന്റ് ഈസ് ബി, ആൻഡ് ദിസ് ഇസ് സി, ആൻഡ് ഇതിനെ ഞാൻ ഡി എന്ന് വിളിച്ചു, ആൻഡ് ദിസ് ലാസ്റ്റ് പോയിന്റ് ഈസ് ഇ. ഓക്കെ, ഇ. നോക്കാം ഇവിടെ എന്താ പ്രത്യേകത എന്നുള്ളത്. നോക്കടാ, ഇവിടെ ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, ഒ മുതൽ എ വരെയുള്ള ഭാഗം, ഒ എ എന്ന് പറഞ്ഞ ഭാഗത്തിൽ എന്താ പ്രത്യേകത അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. ഞാൻ വരച്ചപ്പോൾ കുറച്ച് വളഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും എന്താ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? ഒ എ എന്ന് പറഞ്ഞ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലേ? എന്താ പറയുക? സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഒരു ലീനിയർ ഗ്രാഫാണ്. അതായത് സ്ട്രെസ് കൂട്ടിയാൽ അതിനനുസരിച്ച് സ്ട്രെയിൻ കൂട്ടിയാൽ അതിനനുസരിച്ച് ആര് കൂടുന്നുണ്ട്? സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ പോയിന്റിനെ വിളിക്കുന്ന അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലേ? എ വരെ എങ്ങനെയാണ് രണ്ടുപേരും പ്രൊപ്പോർഷണൽ അല്ലേ പോകുന്നത്? എ കഴിഞ്ഞാൽ പിന്നെ പ്രൊപ്പോർഷണൽ ആണോ? പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല, പിന്നെ ഒരു കർവ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സോ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രത്യേകത എന്താ? എ വരെ എന്താണ്? എ വരെയുള്ള പ്രത്യേകത എന്താണ്? എ വരെ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അതിനർത്ഥം എന്താ? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ അതാണ് നമ്മുടെ ഗ്രാഫ് വരച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പോയിന്റാണ് ബി. ബി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത എന്താ? ബി എന്ന് പറഞ്ഞ പോയിന്റ് ഒരു പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ദാറ്റ് ഈസ് ഇവിടെ എഴുതാം അല്ലേ? ബി എന്ന് പറഞ്ഞ പോയിന്റാണ് ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈൽഡ് പോയിന്റ്. രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ, ഒന്നും മറന്നു പോകരുത്. ബി എന്ന് പറഞ്ഞ പോയിന്റ് വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് പോയിന്റ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഈ ബിയുടെ പ്രത്യേകത? എന്താ? എ കഴിഞ്ഞ് ബി വരെയും ഇവരെന്ത് തന്നെയാണ് അല്ലേ? സ്ട്രെയിൻ കൂടിയാൽ സ്ട്രെസ് കൂടുന്നുണ്ട് അല്ലേ? സ്ട്രെയിനും സ്ട്രെസ്സും ഡയറക്ട്ലി പ്രപ്പോർഷണൽ തന്നെയാണ്. പക്ഷെ എന്താ? സ്ട്രിക്ട്ലി പ്രപ്പോർഷണൽ അല്ല. അതായത് കറക്റ്റ് ലീനിയർ ഒരു ഗ്രാഫ് അല്ല, എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ ഒരു ഇൻക്രീസ് ഉണ്ട് അല്ലേ? സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് ആര് കൂടുന്നുണ്ടാ? സ്ട്രെസ് കൂടുന്നുണ്ടല്ലോ ഉണ്ട്. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ പോയിന്റ് എന്താണ്? നമ്മുടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ നമ്മുടെ മെറ്റീരിയൽ എന്താണ്? ഇലാസ്റ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. കാരണം എന്താ? സ്ട്രെസ് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെയിൻ കൂട്ടുമ്പോൾ സ്ട്രെസ് കൂടുന്നുണ്ട് അല്ലേ? സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആര് കൂടുന്നുണ്ട്? സ്ട്രെസ് കൂടുന്നുണ്ട്. സോ ആ പോയിന്റ് വരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ മെറ്റീരിയൽ ഇലാസ്റ്റിക് നേച്ചർ ആണെന്ന് പറയാൻ പറ്റും അല്ലേ? ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ സ്ട്രെസ് സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആവുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ് കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് ഇറ്റ് ഈസ് ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയാം. ഓക്കെ, എന്താണ്? അപ്പോൾ ഒ ബി എന്ന് പറയുന്ന ഒ മുതൽ ബി വരെയുള്ള പോയിന്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇലാസ്റ്റിക് റീജിയൻ ആണ്. ഇലാസ്റ്റിക് റീജിയൻ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? എന്താ നമ്മൾ വിളിക്കുക? ദാറ്റ് പോയിന്റ് ഈസ് ഇലാസ്റ്റിക് റീജിയൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി. സോ ഇനി എ ബി നിന്ന് വീണ്ടും നമ്മൾ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ അല്ലേ? എന്താ സംഭവിക്കുന്നത്? സ്ട്രെയിൻ നന്നായിട്ട് കൂടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് സ്ട്രെസ് കൂടുന്നുണ്ടോ? ഇല്ല. സ്ട്രെയിൻ നന്നായിട്ട് കൂടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ആര് കൂടുന്നില്ല? സ്ട്രെസ് കൂടുന്നില്ല. ഓക്കെ, അങ്ങനെ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റിലെത്തുന്നു. ഡി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത എന്താടാ? ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഏറ്റവും മാക്സിമം സ്ട്രെസ് ഉണ്ടാവുന്നത് അല്ലേ? ഏറ്റവും മാക്സിമം സ്ട്രെസ് ഉണ്ടാവുന്ന പോയിന്റാണ് ഡി അല്ലേ? സോ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും ദാറ്റ് ഈസ് മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്. മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് അല്ലേ? മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് ആരെ പോയിന്റാണ്? ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സ്ട്രെസ് എത്രയാണോ അതിനെ വിളിക്കുന്ന പേരാടാ എന്താ വിളിക്കുക? മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്. ക്ലിയർ ആണേ? മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ബി മുതൽ ഡി വരെയുള്ള പ്രത്യേകത എന്താ? ഇവർ പ്രപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റുമോ? സ്ട്രെയിനും സ്ട്രെസ്സും പ്രപ്പോർഷണൽ ആണോ? അല്ല അല്ലേ? സ്ട്രെയിൻ നന്നായി കൂടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് സ്ട്രെസ് കൂടുന്നില്ല. സോ അത് എന്ത് നേച്ചർ അവിടെ കാണിക്കുന്നത്? ദാറ്റ് വിൽ ബി പ്ലാസ്റ്റിക് നേച്ചർ അല്ലേടാ? എന്നാലോചിച്ച് നോക്കിയേ, ബി മുതൽ ഡി വരെയുള്ള ഭാഗം എന്ത് റീജിയൻ ആണ്? പ്ലാസ്റ്റിക് റീജിയൻ ആണ്. കാരണം എന്താ? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല. അതായത് സ്ട്രെയിൻ നന്നായിട്ട് കൂടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ആര് കൂടുന്നില്ല?
നമ്മുടെ സ്ട്രെസ് കൂടുന്നില്ല, സ്ട്രെസ് വളരെ ചെറുതായിട്ടേ കൂടുന്നുള്ളൂ. സോ ആ ഭാഗം എന്തുമായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും? ദാറ്റ് വിൽ ബി പ്ലാസ്റ്റിക് റീജിയൻ. പ്ലാസ്റ്റിക് നേച്ചർ കാണിക്കുന്ന പാർട്ടാണ് ബി മുതൽ ഡി വരെയുള്ള ഭാഗം. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ബി മുതൽ ഡി വരെയുള്ള ഭാഗത്തിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സി എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചോദിക്കേണ്ട എന്താ അതിനെപ്പറ്റിയൊന്നും പറയാത്തെ? പറഞ്ഞുതരാം, നോ ഇഷ്യൂസ്. നോക്കിക്കേ, എന്താ സി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത? എന്താ സി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത ഇത്രയേ ഉള്ളൂ. നമ്മൾ ബി കഴിഞ്ഞ് ഡിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് എവിടെങ്കിലും വെച്ച് നമ്മുടെ സ്ട്രെയിൻ നമ്മൾ വിടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന ലോഡ്, അല്ലെങ്കിൽ അതിന് കാരണക്കാരനായ ഫോഴ്സിനെ നമ്മൾ റിലീവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിനെ ഫോഴ്സ് കൊടുക്കുന്നത് വിട്ടു. ഓക്കെ, ഫോഴ്സ് കൊടുക്കുന്നത് നിർത്തി വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരില്ല. ഓക്കെ, ഏതിലെന്ന് വന്ന് നിൽക്കുള്ളൂ? സി എന്ന് പറഞ്ഞ പോയിന്റിലേ വന്ന് നിൽക്കുള്ളൂ. അതായത് ഇത്രയേ ഉള്ളൂ, മക്കളെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താടാ? നമ്മൾ ഫോഴ്സ് കൊടുത്താൽ അതിങ്ങനെ നീണ്ടു അല്ലേ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഇലോങ്ങേഷൻ സംഭവിക്കുന്നു അല്ലേ? ഇനി ഇലോങ്ങേഷൻ സംഭവിച്ച് നമ്മൾ ആ സ്ട്രെസ് ഇത് വിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആ ലോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് വരും. പക്ഷേ ബി എന്ന് പറഞ്ഞ പോയിന്റും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞാലും പഴയ ഒറിജിനൽ ഫോമിലേക്ക് എത്തില്ല. കുറച്ചും കൂടി ലെങ്ത്ത് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ അതായത് ഒറിജിനൽ ലെങ്ത്ത് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒറിജിനൽ ലെങ്ത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ പോയിന്റാണ് സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സി എന്ന് പറഞ്ഞ പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സ്ട്രെയിൻ കർവ്, അല്ലെങ്കിൽ ഒരു ഗ്രാഫ്, സ്ട്രെയിനിൻ്റെ ആക്സിസിൽ നമ്മൾ സി എന്ന് പറഞ്ഞ പോയിന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റ് ഒ മുതൽ ഒ ഡാഷ് വരെയുള്ള ഈ പോയിന്റ് വിളിക്കുന്ന പേരാണ് മക്കളെ പെർമനന്റ് സെറ്റ്. കാരണം എന്താ? ഇപ്പം അതിൻ്റെ രൂപം മാറി അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് ഒറിജിനൽ ലെങ്ത്തിലേക്ക് ഇനി ഇപ്പം എത്താൻ കഴിയില്ല. അതിനേക്കാൾ വിട്ടുപോയി. അതിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്തിലാണ് ഇപ്പോൾ ലോഡ് കൊടുത്തില്ലെങ്കിൽ ആൾ ഇരിക്കുന്നത്. സോ അതിൻ്റെ ലെങ്ത്തിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മൾ ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. ഇതൊക്കെ എന്താണെന്ന് അധികം ചോദിക്കില്ല, ഇത് മാർക്ക് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പോൾ മാർക്കിംഗ് വളരെ സൂക്ഷിച്ച് പഠിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് പഠിക്കുക. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അത് ഗ്രാഫ് ഒന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. ഓക്കെ, ഇനി അടുത്തതാണ് ഇ എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകം എന്താടാ? ഈ പറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ചർ പോയിന്റ്. എന്താ വിളിക്കുക? ദാറ്റ് ഈസ് ഫ്രാക്ചർ പോയിന്റ്. എന്ത് ഈ ഫ്രാക്ചർ പോയിന്റ് പ്രത്യേകം എന്താ? ഇ എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സ്ട്രെയിൻ കൊടുത്താൽ നമ്മുടെ മെറ്റീരിയൽ എന്ത് ചെയ്യടാ? നമ്മുടെ മെറ്റീരിയൽ ബ്രേക്ക് ആവും. ഓക്കെ, അതാണ് ഇ എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത. അപ്പോൾ ഇ എന്താണ്? ഫ്രാക്ചർ പോയിന്റ്. എ എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. ബി എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ്. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. സിക്ക് കറസ്പോണ്ടിങ് ഉള്ള താഴെ എഴുതുന്ന പോയിന്റാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ്, ഇത്രയും ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഡി എന്ന് പറഞ്ഞ പോയിന്റ് മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാവുന്ന പോയിന്റാണ് ഡി എന്ന് പറയുന്നത്. ഇ എന്ന് പറഞ്ഞ പോയിന്റ് ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫൈൻ ആണോ? ശരി. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് വീണ്ടും പഠിച്ചു വെക്കുക. അതിൽ ഒരു ബുദ്ധിമുട്ടും വരുത്തരുത്. ഓക്കെ അല്ലേ? ക്ലിയർ. ഇനി നമുക്ക് ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? സെറ്റ്. ഇനി നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻവോൾവ് ഇൻ സ്ട്രെച്ചിങ് എ വയർ? ഒരു വയർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, അല്ലെങ്കിൽ ഇതൊരു വയറാണ് വിചാരിച്ചോ, ആ വയറിനെ ഞാൻ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും ഉണ്ടാവുക? നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാം. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്. അല്ലെ ആരായിരിക്കും ഉണ്ടാവുക? അല്ലേ, ലെങ്ത് ആണ് മാറുന്നത്. ഒരു റോഡ് അല്ലെങ്കിൽ ഒരു വയർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ എന്താ മാറുന്നത്? ലെങ്ത് ആണ് മാറുന്നത്. സോ ആരായിരിക്കും ഇവിടെ? യങ്സ് മോഡുലസ് ആയിരിക്കില്ലേ? സോ ആൻസർ വിൽ ബി യങ്സ് മോഡുലസ്. ക്ലിയർ ആണേ? ആൻസർ വിൽ ബി യങ്സ് മോഡുലസ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏത് ഇലാസ്റ്റിസിറ്റി ആണ് ചോദിക്കുന്നത്? യങ്സ് മോഡുലസ് ആണോ, ഷിയർ മോഡുലസ് ആണോ, ബൾക്ക് മോഡുലസ് ആണോ? ഈ മൂന്നെണ്ണത്തിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി. ഇനി സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. വൈ? എന്തുകൊണ്ടായിരിക്കും സ്റ്റീല് റബ്ബറിനേക്കാൾ ഇലാസ്റ്റിക് ആവുന്നത്? ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾ നോക്കിക്കോ, ഇതൊരു പീസ് ഓഫ് റബ്ബറാണ്, ഇതൊരു പീസ് ഓഫ് സ്റ്റീലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇയാളെ നമുക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ഇയാൾക്കുണ്ടായ ഇവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് റബ്ബറാണ്, ഇത് സ്റ്റീലാണ്. ഓക്കെ, റബ്ബറാണ്, സ്റ്റീലാണ്. ഇത് എന്തുകൊണ്ടാണ് സ്റ്റീലിന് കൂടുന്നത് നോക്കിക്കോ. റബ്ബറാണ്, ഒരാൾ സ്റ്റീലാണ്. ഞാൻ ഒരേ ഫോഴ്സ്, രണ്ടു പേർക്കും ഒരേ ഫോഴ്സ് വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്? ഇയാൾക്കൊരു സ്ട്രെയിൻ കൊടുക്കുകയാണ്. ഓക്കെ, നോക്കിക്കോടാ, ഒരേ ഫോഴ്സാണ് രണ്ടുപേർക്കും കൊടുക്കുന്നത്. സോ നോക്കിക്കേ, റബ്ബറല്ലേ നന്നായിട്ട് ഇലോങ്ങേഷൻ സംഭവിക്കുക അല്ലേ? റബ്ബറിൻ്റെ ഇലോങ്ങേഷൻ കൂടുതലായിരിക്കില്ലേ? രണ്ടുപേരെയും ഇനീഷ്യൽ ലെങ്ത് 10 ആണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ റബ്ബറിൽ ഒരു 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിലാണെങ്കിൽ അത്ര ആഡ് ചെയ്യോ?
സ്റ്റീലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, സ്റ്റീൽ ആരായിരിക്കും കൂടുതൽ ഇലോങ്ങേഷൻ സംഭവിക്കുക? റബ്ബറിനായിരിക്കും അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, റബ്ബർ വലിച്ച് നന്നായിട്ട് വലിയാറില്ലേ? വലിയാറുണ്ട്. സോ സ്റ്റീൽ ഞാനൊരു 1 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ സ്ട്രെയിൻ എന്ന് എടുത്തു വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ എന്താണ്? റബ്ബർ ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, രണ്ടിൻ്റെയും ഒറിജിനൽ ലെങ്ത് സെയിം ആണ്. രണ്ടുപേർക്കും ഒരേ ഫോഴ്സ് ഞാൻ കൊടുത്തു. ഒരേ ഫോഴ്സ് കൊടുത്തപ്പോൾ റബ്ബറിൽ 5 സെൻറ്റിമീറ്റർ ഇലോങ്ങേഷൻ സംഭവിച്ചു, സ്റ്റീലിൽ 1 സെൻറ്റിമീറ്റർ ആണ് ഇലോങ്ങേഷൻ സംഭവിച്ചത്. ഓക്കെ, ഇനി ആ രണ്ടുപേരുടെയും യങ്സ് മോഡുലസ് കാണാൻ പറയുകയാണ്. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ എന്തായിരിക്കും? നോക്കിക്കേ, യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ കാണാൻ എങ്ങനെയാണ്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ്, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ അല്ലേ? എ ഡെൽറ്റ എൽ ആണ്. എഫ് രണ്ടുപേർക്കും കോൺസ്റ്റന്റ് ആണ് അല്ലേ? എഫ് ആയിക്കോട്ടെ, എൽ എ ഡെൽറ്റ എൽ. ഓക്കെ, എഫ് എല്ലാവർക്കും എഫ് സെയിം ആണ്, എൽ സെയിം ആണ്, എ രണ്ടുപേരുടെയും സെയിം ആണ്. ഡെൽറ്റ എൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. സോ നമുക്കിവിടെ എഴുതാൻ പറ്റും ദാറ്റ് ഈസ് എഫ് എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എല്ലിന് ഞാൻ 5 എന്ന് കൊടുത്തു. ഇനി യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എത്ര ആയിരിക്കും? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്തായിരിക്കും? എഫ് എൽ ഡിവൈഡ് ബൈ എ ഡെൽറ്റ എൽ തന്നെയാണ് ഇക്വേഷൻ, അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇക്വേഷൻ എന്തായി മാറി? എഫ് എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു 1. ഓക്കെ അല്ലേ? കാരണം എന്താ, ഇവിടുത്തെ ഡെൽറ്റ എൽ 1 ആണ്, സ്റ്റീലിൻ്റെ കേസിൽ 1 ആണ്. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മക്കളെ, ഈ കേസിൽ ആർക്കായിരിക്കും ഇലാസ്റ്റിറ്റി കൂടുക? ഇതിൽ യങ്സ് മോഡുലസ് ആർക്കായിരിക്കും കൂടുതലുണ്ടാവുക? നോക്കിയാൽ ഇവിടെ A5 താഴെ അല്ലേ? 5 താഴെ വരുന്നുണ്ട് അല്ലേ? ഡിനോമിനേറ്ററിലാണ് A5 വരുന്നത്, ഇവിടെ A1 ആണ് വരുന്നത് അല്ലേ? സോ ആർക്കായിരിക്കും യങ്സ് മോഡുലസ് കൂടാൻ ചാൻസ് അല്ലേ? ആരുടെ ആയിരിക്കും? സ്റ്റീലിനല്ലടാ, സ്റ്റീലിൻ്റെ അല്ലേ യങ്സ് മോഡുലസ് കൂടുക അല്ലേ? നമുക്ക് പറയാൻ പറ്റില്ലേ, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. ഇലാസ്റ്റിക് ദാൻ റബ്ബർ. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അപ്പോൾ എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശദമായി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആകെ ഈ ഒരു പോയിന്റ് ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ്? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ റബ്ബർ. യങ്സ് മോഡുലസ് ആർക്കാണ് കൂടുതൽ? സ്റ്റീലിലാണ് കൂടുതൽ. സോ ആർക്കായിരിക്കും ഇലാസ്റ്റിസിറ്റി കൂടുക? നമ്മുടെ സ്വന്തം സ്റ്റീലിനായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ശരി, ഇനി അടുത്തത്, ഇഫ് ദ ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഫൈൻഡ് ഇറ്റ്സ് കംപ്രസിബിലിറ്റി. ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ബൾക്ക് മോഡുലസും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, ബൾക്ക് മോഡുലസും അതുപോലെ തന്നെ കംപ്രസിബിലിറ്റിയും തമ്മിലൊരു ഇക്വേഷൻ ഉണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു 1/k. കെ എന്ന് പറഞ്ഞാൽ കംപ്രസിബിലിറ്റി. ഓക്കെ, എന്താ സംഭവം? ജസ്റ്റ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. എന്താ ചെയ്യേണ്ടത് മക്കളെ? ജസ്റ്റ് ഇതിന് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു റെസിപ്രോക്കൽ എടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. സോ നിങ്ങൾ നോക്കിക്കടാ, എന്തായിരിക്കും ആൻസർ വരിക? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭാഗത്ത് എഴുതാമല്ലോ അല്ലേ? ഓക്കെ, നോക്കിക്കടാ, കംപ്രസിബിലിറ്റി എന്തായിരിക്കും? 1/മോഡുലസ് ബൾക്ക് മോഡുലസ് ആയിരിക്കില്ലേ? ഇതാണ് ഇക്വേഷൻ കേട്ടോ, വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. ബൾക്ക് മോഡുലസ് വിൽ ബി ഈക്വൽ ടു 1/കംപ്രസിബിലിറ്റി, അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി വിൽ ബി ഈക്വൽ ടു 1/ബൾക്ക് മോഡുലസ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/ ബൾക്ക് മോഡുലസിൻ്റെ ഇതെന്താ? 2 × 10⁹ അല്ലേ? 2 × 10⁹ ആണ് കേട്ടോ, 109 എന്നല്ല, 10⁹ ആണ് അത് കേട്ടോ. സോ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നിങ്ങൾക്ക് അറിയാലോ, സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.5 × 10⁻⁻⁹, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 5 × 10⁻⁻10. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. 5 × 10⁻⁻10 അതായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എഴുതുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളിവിടെ ചെയ്തു. നോക്കാം, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കൂ, സ്റ്റേറ്റ് ഹുക്സ് ലോ പഠിച്ചതല്ലേ? എന്താണ്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അത് നമുക്കറിയാം, നോ ഇഷ്യൂസ്. അടുത്ത്, ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ മെറ്റൽ ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. ഈൽഡ് പോയിന്റ്, പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, ഫ്രാക്ചർ പോയിന്റ്. അറിയാലോ, നമുക്കറിയാലോ, പഠിച്ചതല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇതൊന്ന് കട്ട് ചെയ്യണേ. ഓക്കെ, ഓക്കെ, നോക്കടാ, ഈ ഗ്രാഫ് വരയ്ക്കുന്നു. എന്ത് ചെയ്യണം? എക്സ് ആക്സിൽ ആരാണ്? സ്ട്രെയിൻ ആണ്. വൈ ആക്സിൽ ആരാണ്? സ്ട്രെസ് ആണ്. വൈ ആക്സിൽ സ്ട്രെസ് ആണ്. സോ ഗ്രാഫ് വിൽ ബി ലൈക്ക്, നമുക്കറിയാം അല്ലേ? വരുന്നു, ഇതാ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത് അല്ലേ? ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്?
ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പോയിന്റ് മാർക്ക് ചെയ്യണം. ഈ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിന്റ്, കുറച്ചും കൂടി മുകളിലായിട്ട് ആരുണ്ടാവും, ബി ഉണ്ടാവും അല്ലേ, ബി ഉണ്ടാവും. ഇനി ഈ ഒരു പോയിന്റിനെ സി എന്ന് വിളിക്കുന്നു, ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് വിളിക്കുന്നു, സി എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ. ഇനി എന്താണ് അടുത്ത പോയിന്റ്, മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടുന്ന പോയിന്റ് ആണ് ഡി, ലാസ്റ്റ് പോയിന്റ് ഇ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് ഈൽഡ് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലാസ്റ്റിക് പോയിന്റ് തന്നെയല്ലേ, ഇലാസ്റ്റിക് ലിമിറ്റിനെയാണ് ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കുക, രണ്ടും സെയിമാ. സോ നമ്മുടെ ബി ആണ് അതിൽ നമ്മുടെ ഈൽഡ് പോയിന്റ്, ബി ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ഈൽഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ഇനി ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്, അതായത് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ സ്ട്രെസ്സിലേക്ക് മുട്ടിക്കുകയാണെങ്കിൽ, ഈ ഗ്രാഫിന് നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ വൈ ആക്സിലേക്ക് മുട്ടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഇട്ടില്ലേ, നമ്മുടെ വൈ ആക്സിൽ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ആ പോയിന്റ് വിളിക്കുന്ന പേരാണ് ഈൽഡ് സ്ട്രെങ്ത് കേട്ടോ, ഈൽഡ് സ്ട്രെങ്ത്. അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, ഈ നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്താ നമുക്ക് പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്, എവിടെയാ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്, ഇതിൽ ഏതാ പോയിന്റ്, ഏതായിരിക്കും കമന്റ് ചെയ്ത്, ഏതായിരിക്കും, ദാറ്റ് വിൽ ബി എ ആയിരിക്കും അല്ലേ, എ അല്ലടാ ഉണ്ടാവുക, എ അല്ലേ വരണ്ടേ, നമ്മൾ പഠിച്ചാണ്, എ ആണ് പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഇനി ഫ്രാക്ചർ പോയിന്റ്, എവിടെയാ ഫ്രാക്ചർ പോയിന്റ് വരിക, ഫ്രാക്ചർ പോയിന്റ് വിൽ ബി ഇ ആയിരിക്കും. ഓക്കെ അല്ലേ, നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആണ് ഫ്രാക്ചർ പോയിന്റ് അല്ലേ. ഈ പറഞ്ഞ പോയിന്റ് പ്രത്യേകം എന്താ, അതിനും വീണ്ടും അതിന് ശേഷം നമ്മൾ സ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ മെറ്റീരിയൽ പൊട്ടിപ്പോകും. അതാണ് ഈയുടെ പ്രത്യേകത. ക്ലിയർ അല്ലേ? ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ട, നമ്മൾ എയും ബിയും സി ഒക്കെ ഏതാണെന്ന് പോയിന്റ് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ പറഞ്ഞോ. ഫസ്റ്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഏതായിരിക്കടാ, എ എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകം എന്താ, പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലേ. സോ എ വിൽ ബി പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്, എ എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ് കേട്ടോ. ഗ്രാഫ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാ പോയിന്റും മനപ്പാടമാക്കിയിരിക്കണം. എ എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ്. ഇനി ബിന്റെ പ്രത്യേകം എന്താ, ബി എന്തായിരിക്കും, ബി വിൽ ബി എന്താണ്, ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലേ, ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് പോയിന്റ്, ഈൽഡ് പോയിന്റ്. ഈ രണ്ട് പേരും ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഇ എന്ന് പറഞ്ഞ പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താ, ഇ എന്താ ലാസ്റ്റ് പോയിന്റ് അല്ലേ, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഫ്രാക്ചർ പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇ വിൽ ബി ഫ്രാക്ചർ പോയിന്റ് ആയിരിക്കും. ഇനി എന്താ ചോദിച്ചേക്കുന്നത്, ഒ ഡാഷ് അല്ലേ, ഇതാണ് ഒ ഡാഷ് എന്ന് പറഞ്ഞ ഭാഗം, ഈ ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ പേര് നമ്മൾ എന്താ പറഞ്ഞേ, ഇറ്റ് വിൽ ബി പെർമനൻറ്റ് സെറ്റ് കേട്ടോ, പെർമനൻറ്റ് സെറ്റ്, സെറ്റ് അല്ലേ, പെർമനൻറ്റ് സെറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് മറക്കാണ്ട് പഠിക്കുക കേട്ടോ. ആ ഗ്രാഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫ്, ഞാൻ വീണ്ടും പറയുകയാണ്, ഗ്രാഫിൽ നിന്നാണ് ഈ 1 മാർക്ക് 2 മാർക്ക് ഒക്കെ ചോദിക്കുക. ഈ പോയിന്റ്സ് ആണ്, നിങ്ങളോട് ഇത് ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ചോദിക്കില്ല, ഈ പോയിന്റ്സ് അധികം മാർക്ക് ചെയ്യുക, എവിടെയാണ് പോയിന്റ്സ് വരേണ്ടതെന്നൊക്കെയാണ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡീപ്പായിട്ടൊന്നും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അപ്പോൾ പോയിന്റ്സ് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേടാ? ശരി. റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എന്താ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ മറ്റൊരു പേരെന്താടാ? ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ മറ്റൊരു പേരാണ് ലീനിയർ സ്ട്രെസ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീനിയർ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്, 3 ഒന്ന് തന്നെയാണ്. അപ്പോൾ ലീനിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പറഞ്ഞാൽ തന്നെയാണ് ലീനിയർ സ്ട്രെയിൻ തന്നെയാണ്. ഓക്കെ, ലീനിയർ സ്ട്രെയിനിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, രണ്ടും സെയിം തന്നെയാണ്. സോ നിങ്ങൾ ആ പേര് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കാൻ, അതാണ് ഡയറക്റ്റ് ചോദിക്കാൻ, ഡയറക്റ്റ് ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്ന് ചോദിക്കായിരുന്നു. അത് ചോദിക്കാണ്ട് ടെൻസൈൽ സ്ട്രെസ് ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചോദിക്കാൻ കാരണം എന്താ, ആ എല്ലാ പേരുകളും നിങ്ങൾക്ക് അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നോക്കിക്കേ, അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്കറിയാം, വിഷയമല്ല. സോ ഇതെന്തായിരിക്കും, ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിനെ വിളിക്കുന്ന പേരെന്താ, ഇറ്റ് വിൽ ബി യങ്സ് മോഡുലസ് അല്ലേ. യങ്സ് മോഡുലസ് അല്ലേ, ആണ്, നോ ഇഷ്യൂസ്. അടുത്ത നോക്കിക്കടാ, ഇൻ ദ ഗിവൺ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഐഡന്റിഫൈ ദ സ്ട്രെസ് S1 ആൻഡ് S2 കറസ്പോണ്ടിങ് ടു B ആൻഡ് D റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്, ഈൽഡ് പോയിന്റ്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? മാക്സിമം ടെൻസൈൽ സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവുന്ന മാക്സിമം പോയിന്റ് ആണ് ഡി എന്ന് പറഞ്ഞ പോയിന്റ്. നമ്മൾ ബിയും ഡിയും അല്ല ചോദിച്ചേക്കുന്നത്, ബിക്കും ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ട് S1 S2 പറഞ്ഞ 2 പോയിന്റ്സ് ഉണ്ട് വൈ ആക്സിസിൽ. ആ 2 പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അറിഞ്ഞൂടെ? എളുപ്പമല്ലേ, ബുദ്ധിമുട്ടില്ലല്ലോ. എന്തായിരിക്കും S1 എന്താ? S1 എന്തായിരിക്കും? നമ്മൾ പഠിച്ചാണ്, ദാറ്റ് വിൽ ബി ഈൽഡ് സ്ട്രെങ്ത്. എന്തായിരിക്കും? ദാറ്റ് വിൽ ബി
yield strength. Clear അല്ലേ? ഇനി എന്തായിരിക്കും S2? S2 എന്താ നമ്മൾ പറഞ്ഞത്? മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, മാറിപ്പോയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ ഏതൊക്കെ തരത്തിൽ ചോദിച്ചേക്കുന്നത്? ആകെ ചോദിച്ചേക്കുന്നത് എന്താ? പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അല്ലേ? പോയിന്റ്സ് എന്താണെന്ന് അറിയേണ്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഗ്രാഫിന് അധികം കാണുന്നില്ല. സോ നിങ്ങൾ പഠിക്കാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പോയിന്റ്സ് ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ പോയിന്റും എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണ്, ഡി ഏതാണ്, ഇ ഏതാണ് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ, സെറ്റ്. ഓക്കെ, അടുത്ത് യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഏതായിരിക്കും? യങ്സ് മോഡുലസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ, ലെസ് ദാൻ സ്റ്റീൽ, ഈക്വൽ ടു സ്റ്റീൽ. ഏതായിരിക്കും? നമുക്കറിയാം സ്റ്റീലിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ, ആരേക്കാൾ? റബ്ബറിനേക്കാൾ. സോ റബ്ബറിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കും. സെറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, ഇത് കട്ട് ചെയ്യണേ, ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, 2 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റിനെ പ്രത്യേകം നോക്കിക്കോ, 2 ഗ്രാഫാണ് വന്നത്. സാധാരണ ഇത്രയും നമ്മൾ ചെയ്ത് 1 ഗ്രാഫായിരുന്നു, ഇതിൽ 2 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ചോദിച്ചേക്കാണ്, സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ്സ് സ്ട്രെസ് വിത്ത് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും കണക്ട് ചെയ്യുന്ന ലോ ഏതാണ്? നമ്മൾ ഈ ചാപ്റ്ററിൽ ആകെ ഒരു ലോയെ പഠിക്കുന്നുള്ളൂ. ആ ലോ ഏതാടാ? ദാറ്റ് ഈസ് ഹുക്സ് ലോ. ഓക്കെ, ഈ ചാപ്റ്ററിന് ഏത് ലോ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കേണ്ട, ഹുക്സ് ലോ എന്ന് എഴുതിക്കോ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽസ് ഹാസ് ദ ഗ്രേറ്റർ യങ്സ് മോഡുലസ്. ഈ 2 ഗ്രാഫിൽ ആർക്കാണ് എന്ത് കൂടുതൽ? യങ്സ് മോഡുലസ് കൂടുതൽ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 2 ഗ്രാഫ് എടുക്കുക, 2 ഗ്രാഫിലും ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ എന്ന് നോക്കുക. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്, ഇതിൽ ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ? ഗ്രാഫും ശ്രദ്ധിച്ച് നോക്കിയേ, എയും ബിയും. ഏത് ഗ്രാഫാണ് വൈ ആക്സിനോട് ചേർന്ന് നിൽക്കുന്ന അയാൾക്കായിരിക്കും സ്ലോപ്പ് കൂടുക. നിങ്ങൾക്ക് അറിയില്ല, മാത്സിലൊക്കെ നിങ്ങൾ സ്ട്രേറ്റ് ലൈനിലൊക്കെ പഠിച്ചതാണ്. ഏത് ഗ്രാഫാണോ വൈ ആക്സിനോട് ചാരി നിൽക്കുന്നത് അയാൾക്കായിരിക്കും എന്ത് കൂടുക? സ്ലോപ്പ് കൂടുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ ഗ്രാഫിൽ ആരാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്? ആർക്കാ? എക്കാണ്. സോ എ സ്ലോപ്പ് കൂടുതൽ ആൾക്ക് തന്നെയായിരിക്കും എന്തും കൂടുതൽ? യങ്സ് മോഡുലസും കൂടുതൽ. അങ്ങനെയാണ് ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കുക കേട്ടോ. ഗ്രാഫ് നോക്കിയിട്ട് ആർക്കാണ് യങ്സ് മോഡുലസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ഏത് ഗ്രാഫിനാണോ സ്ലോപ്പ് കൂടുതൽ അയാൾക്കായിരിക്കും യങ്സ് മോഡുലസ് കൂടുതൽ, അയാൾക്കായിരിക്കും ഇലാസ്റ്റിസിറ്റി കൂടുതൽ. ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാം ആർക്കായിരിക്കും കൂടുതൽ ഇവിടെ? ഗ്രേറ്റർ യങ്സ് മോഡുലസ് എക്കായിരിക്കും. സെറ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ. ആരാണ് ഡക്റ്റൈൽ? ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താണ് ഡക്റ്റൈൽ ആണോ അല്ലെങ്കിൽ ബ്രിട്ടിലാണോ എന്ന് ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഇതുവരെയൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മുടെ ഡി എന്ന് പറഞ്ഞ ഡി എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് നമ്മുടെ ഇ എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡി എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് നമ്മുടെ ഇ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയടാ, ഇവിടെ ഈ 2 ഗ്രാഫിന് ഡിഫറൻസ് എന്താ? വ്യത്യാസം എന്താ? ഇവിടെ ഒന്നാമത്തെ ഗ്രാഫിൽ ഡി എന്ന പോയിന്റും ഇ എന്ന പോയിന്റും കുറച്ച് അകലെയാണ് അല്ലേ? കുറച്ച് അകലെയാണ്. രണ്ടാമത്തെ ഗ്രാഫിൽ ഡിയും ഇയും കുറച്ച് അടുത്താണ്. ക്ലിയർ അല്ലേ? അതല്ല ഇവിടുത്തെ ഡിഫറൻസ്. ബാക്കിയുള്ള ഭാഗമൊന്നും നോക്കണ്ട, ഡിയും ഇയും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ആരാണ് ഡക്റ്റൈൽ എന്ന് ചോദിച്ചാൽ, ആരാണോ ഇവർ തമ്മിൽ, ഏത് ഗ്രാഫിലാണോ ഡിയും ഇയും തമ്മിലുള്ള അകലം കൂടുതൽ അയാളായിരിക്കും മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ആർക്കാണോ ഡിയും ഇയും തമ്മിലുള്ള ദൂരം കൂടുതൽ, ആരാണോ അകലെയുള്ളത് അവർക്ക് എന്ത് കൂടും? ഡക്റ്റിലിറ്റി കൂടും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മൾ ഇങ്ങനെ തിന്നാക്കാനുള്ള ഒരു മെറ്റലിനെ നമ്മൾ ഒരു നൂല് പോലെ ആക്കാനുള്ള കഴിവിനെയാണ് എന്ന് വിളിക്കുക? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. സോ ഇതിനർത്ഥം എന്താ? ഈ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ പോയിന്റ് കുറച്ചും കൂടി അകലെയാണ്, ദൂരെയാണ്. സോ നമുക്ക് അത്രയും ദൂരം ഇയാൾ എന്ത് ചെയ്യാം? വലിച്ചു നീട്ടാമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഈ എന്ന് പറഞ്ഞ പോയിന്റ് അകലെയാണ്, പെട്ടെന്നൊന്നും പൊട്ടിപ്പോയില്ല. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുക? ബ്രിട്ടിൽ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ബ്രിട്ടിൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡക്റ്റൈൽ ആണ്, സെക്കൻഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ ആയിരിക്കും. ഈ സെക്കൻഡ് ഗ്രാഫ് നോക്കിയേ, ഡി കഴിഞ്ഞ ഉടനെ ഇ എന്ന് പറഞ്ഞ പോയിന്റ് വരികയാണ്. അപ്പോൾ അധികം നമുക്ക് വലിച്ചു നീട്ടാൻ കഴിയില്ല. വലിച്ചു നീട്ടാൻ കഴിയില്ല പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അയാൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നു. സോ അയാൾ ബ്രിട്ടിലാണ്. ഇനി ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല, അയാൾ നമുക്ക് കുറച്ചും കൂടി നേരം വലിച്ചു നീട്ടാം. സോ അയാൾക്ക് എന്ത് കൂടുതലായിരിക്കും? ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അയാൾ എന്ത് വിളിക്കാം? അയാൾ ഇറ്റ് ഈസ് എ ഡക്റ്റൈൽ മെറ്റൽ എന്ന് വിളിക്കാം. സെറ്റ് അല്ലടാ? പ്രശ്നമൊന്നുമില്ലല്ലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പറയാൻ പറ്റും വിച്ച് ഓഫ് ദ 2 മെറ്റീരിയൽ ഈസ് മോർ ഡക്റ്റൈൽ എന്ന് വെച്ചാൽ ഗ്രാഫ് നോക്കിയേ, ആർക്കായിരിക്കും? എ ആണോ ബി ആണോ? നമുക്ക് പറയാം എ ആയിരിക്കും അല്ലേ? ഗ്രാഫ് കറക്റ്റ് ശരിക്കും ഇത് ഇത്ര ക്ലിയർ അല്ല, എന്നിരുന്നാലും നമുക്ക് നോക്കുമ്പോൾ
മനസ്സിലാവുന്ന കാര്യം എന്താ, ഡി ഇയും തമ്മിലുള്ള അകലം കൂടുതൽ ആർക്കാണ്, എക്കാണ് അല്ലേ. എ എന്ന് പറഞ്ഞ ഗ്രാഫാണ് കുറച്ചുകൂടി നീളം കൂടുതൽ അല്ലേ. സോ നമുക്ക് പറയാം ഇറ്റ് വിൽ ബി മോസ്റ്റ് ഡക്റ്റിൽ ആരാണ്, എ ആയിരിക്കും. അപ്പം ഇനി ബ്രിട്ടിൽ ആരാന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയാം, എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ആരായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ, ക്ലിയർ. സോ ആൻസർ വിൽ ബി, നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ, ഡക്റ്റൈൽ ആരാന്ന് വെച്ചാൽ അതാരായിരിക്കും, സ്ട്രെയിൻ ആയിരിക്കും. സോറി, എ എന്ന് പറഞ്ഞ ഗ്രാഫ് ആയിരിക്കും. ശരി, ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിടാ. നമ്മളെ ചോദ്യം എന്താ, ഫിഗർ ഷോസ് ദ സ്ട്രെയിൻ സ്ട്രെസ് കർവ് ഫോർ എ മെറ്റീരിയൽ. വാട്ട് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ? ഇതിന്റെ യങ്സ് മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യങ്സ് മോഡുലസ് കാണുന്ന ഇക്വേഷൻ എന്താ, യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ യങ്സ് മോഡുലസ് കാണുന്ന ഇക്വേഷൻ. നോക്കിയേ, ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, അല്ല ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആണ്. യങ്സ് മോഡുലസ് കോൺസ്റ്റന്റ്. നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും പ്രശ്നമില്ല. സോ നിങ്ങൾ നോക്കുക, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 150 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എടുക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റ് എടുക്കുക. ഞാനിതിനെ എ എന്ന് വിളിച്ചു. എ എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ട്രെസ് എന്തായിരിക്കടാ, എത്രയാ, 150 അല്ലേ. വൈ ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 150 ആണ്. എക്സ് ആക്സിലോ എത്രയായിരിക്കടാ, 0.002 ആണ് അല്ലേ. സോ നമുക്കതിനെ എഴുതാം 150 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.002 10⁻³ എന്ന് എഴുതാം. സോ അത് ആൻസർ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഞാൻ താഴേക്ക് എഴുതാണ്, അല്ലെങ്കിൽ വേണ്ട മുകളിൽ തന്നെ എടുത്ത് എഴുതാം, മറ്റേ ക്വസ്റ്റിന് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 150/2 എന്ന് പറഞ്ഞാൽ 75 ഇൻറ്റു 10⁻³ മുകളിലേക്ക് പോകുമ്പോൾ 10⁻³ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? യങ്സ് മോഡുലസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 75 ഇൻറ്റു 10⁻³ ആയിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താ, സ്ട്രെസ്സിൻ്റെ യൂണിറ്റും ഫോഴ്സിൻ്റെ പ്രഷറിൻ്റെ യൂണിറ്റും സെയിം ആണ്, കാരണം അത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ Nm/m². ആണ്. സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടോ, ഇല്ല. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. മുകളിലും രണ്ടും സെയിം ആയിരിക്കും അല്ലേ. രണ്ടും മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം യൂണിറ്റ് വരുന്നതുകൊണ്ട് അതിനെന്തില്ല, യൂണിറ്റ് ഇല്ല. സ്ട്രെയിൻ ഇസ് എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ് എന്ത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് Nm/m² ആയിരിക്കും. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ആൻസർ വിൽ ബി, നിങ്ങൾക്കറിയാം യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിറ്റിന് ഇഷ്യൂസ് ഒന്നും, യൂണിറ്റ് ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. യൂണിറ്റ് വിൽ ബി y is equal to Nm/m², അല്ലെങ്കിൽ 75 ഇൻറ്റു 10⁻³ Nm/m². അതാണ് നിങ്ങളുടെ ആൻസർ. ക്ലിയർ അല്ലേടാ? ഇതുവരെ ഓക്കെ ആണോ, പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ശരി, ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു പ്രോബ്ലം ആണല്ലേ. നമ്മൾ ഇത്ര നേരം പ്രോബ്ലം ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ഇനി ഇതാ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. Young's modulus of aluminum is 70 into 10⁻⁹ Nm/m², and that of copper is 120 into 10⁻⁹ Nm/m². Same strain is produced on an aluminum wire and a copper wire of equal cross section. Which wire requires more force? ഓക്കെ, അപ്പോൾ നോക്കടാ, നമുക്ക് കണ്ടുപിടിക്കാണ്ട അല്ലേ. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് രണ്ടുപേരുടെ. യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം എത്രയാണെന്നിരിക്കുന്നത്, എത്രയാണെന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് 70 ഇൻറ്റു 10⁻⁹. ഇനി യങ്സ് മോഡുലസ് ഓഫ് വേറെ കോപ്പർ തന്നിട്ടുണ്ട്, എത്രയാ, 120 ഇൻറ്റു 10⁻⁹ Nm/m². ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആർക്കാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കുക. y ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ എന്താ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ അല്ലേ? ഇനി നോക്കിയടാ, സെയിം സ്ട്രെയിൻ ഈസ് ടു പ്രൊഡ്യൂസ്ഡ് ഓൺ അലുമിനിയം വയർ ആൻഡ് കോപ്പർ വയർ. അതായത് സ്ട്രെയിൻ രണ്ട് പേർക്കും സെയിം ആണ്. ഓക്കെ, സ്ട്രെയിൻ രണ്ട് പേർക്കും സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യങ്സ് മോഡുലസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് എന്ന് പറഞ്ഞു വിടറാ. ഓക്കെ ആണോ? യങ്സ് മോഡുലസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് എന്ന് പറഞ്ഞു വിടുക. കാരണം എന്താ, സ്ട്രെയിൻ കോൺസ്റ്റന്റ് ആണ്. സ്ട്രെയിൻ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്ട്രെസ് ആർക്കാണോ കൂടുന്നത് അയാൾക്കായിരിക്കും എന്ത് കൂടുക, സ്ട്രെയിൻ കൂടുക. അയാൾക്കായിരിക്കും ആർക്ക് എന്ത് കൂടുക, യങ്സ് മോഡുലസ് കൂടുക അല്ലേ. സ്ട്രെസ് ആർക്കാണോ കൂടുന്നത് അയാൾക്കായിരിക്കും യങ്സ് മോഡുലസ് കൂടുക, കാരണം സ്ട്രെയിൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ, ഇവിടെ ആർക്കാടാ യങ്സ് മോഡുലസ് കൂടുതൽ, കോപ്പറിനല്ലേ യങ്സ് മോഡുലസ് കൂടുതൽ. സോ അയാൾക്കായിരിക്കും കൂടുതൽ ഫോഴ്സ് വേണ്ടി വരിക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പോൾ y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയയും രണ്ടുപേർക്കും കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞില്ലേ അല്ലേ. ഈക്വൽ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഏരിയയും രണ്ടുപേരുടെയും സെയിം ആണ്. സോ നമുക്ക് പറയാൻ പറ്റും യങ്സ് മോഡുലസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് അല്ലേ. യങ്സ് മോഡുലസ് ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും ഫോഴ്സ് കൂടുക അല്ലേ. നമ്മളിവിടെ എത്രയാ ഫോഴ്സ് കൊടുക്കേണ്ടത് എന്നൊന്നും ചോദിച്ചിട്ടില്ല, ആർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടതെന്നേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ആർക്കാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളൂ.
സോ നമുക്ക് പറയാൻ പറ്റും ആർക്കായിരിക്കും യങ്സ് മോഡുലസ് ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും എന്ത് കൂടേണ്ടത് നമ്മുടെ ഫോഴ്സ് അധികം കൊടുക്കേണ്ടി വരിക. കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലടാ? അപ്പോൾ ഇക്വേഷൻസ് ഇട്ട് കൊടുക്കുക, പ്രോബ്ലം ചെയ്യേണ്ടതാണെങ്കിൽ മാത്രം പ്രോബ്ലത്തിലേക്ക് കിടക്കുക. നിങ്ങൾ നോക്കുക ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? സെറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും യങ്സ് മോഡുലസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഇത് കട്ട് ചെയ്യണം കേട്ടോ, അത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, കട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത്. എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 1.5 meter and diameter of 0.25 centimeter is loaded with a force of 98 Newton. The increase in length of the wire is 1.5 into 10 raised to minus 4 meter. Calculate the tensile stress and the fractional change in length of the wire. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് എഴുതി വയ്ക്കാം. ഓക്കെ, എന്തൊക്കെ തന്നിട്ടില്ലേ? സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് തന്നിട്ടുണ്ടല്ലേ? സ്റ്റീൽ വയറിൻ്റെ ലെങ്ത് എത്രയാ? 1.5 meter. ഓക്കെ അല്ലേ? ഇനി ഡയമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലേ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏരിയ റേഡിയസ് കാണാമല്ലോ. ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കില്ലേ? 0.25/2 ആയിരിക്കും അല്ലേ? ഡയമീറ്റർ ആണ് 0.25, അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? 0.25/2. ഓക്കെ, സെൻറ്റിമീറ്ററിലാണ്, അതിനെ മീറ്ററിലാക്കണ്ടേ? എന്തായാലും ഒരു 10 raised to minus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്തെന്താ? ലോഡഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 98 Newton അല്ലേ? ഫോഴ്സ് തന്നിട്ടുണ്ട്, എത്രയാ? 98 Newton. അത് തന്നിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ വയർ അത് തന്നിട്ടുണ്ടല്ലോ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ? ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ അല്ലേ? എത്രയാ? 1.5 into 10 raised to minus 4. 10 raised to minus 4 മീറ്റർ ആണ്. സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ വയർ. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താ? y is equal to എന്തായിരുന്നു? എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇന്ന് നോക്കിയേ, നമുക്ക് എഫ് അറിയാം, തന്നിട്ടുണ്ട്. എൽ നമുക്കറിയാലോ, തന്നിട്ടുണ്ട്. എ നമുക്കറിയോ? എ തന്നിട്ടില്ല, പക്ഷെ ആറ് തന്നിട്ടുണ്ട് അല്ലേ? റേഡിയസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? കാരണം എന്താ? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? πr² ആണ് അല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. നമുക്ക് കാണാൻ അറിയാം. πr² വിൽ ബി ഈക്വൽ ടു പൈ ഞാൻ 22/7 എടുക്കുകയാണ്, ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാ? 0.25/2 ആണ് അല്ലേ? ഇൻറ്റു സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഏരിയ കിട്ടുമല്ലോ? കിട്ടും. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി, എളുപ്പം കിട്ടും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വൈനൊരു വാല്യൂ കിട്ടൂലേ? വൈനൊരു വാല്യൂ കിട്ടി. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് ദ ടെൻസൈൽ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. എന്താ ടെൻസൈൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ട്രെസ് വിൽ ബി ഈക്വൽ ടു y ഇൻറ്റു സ്ട്രെയിൻ. കൊടുത്തൂടെ? y ഇൻറ്റു സ്ട്രെയിൻ അല്ലേ? y നമ്മൾ മുകളിൽ ഇപ്പോൾ കണ്ടുപിടിച്ചല്ലോ, തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അത് ഇട്ട് കൊടുക്കുക. സ്ട്രെയിൻ എന്തായിരിക്കും? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. രണ്ടും തന്നിട്ടുണ്ടല്ലോ, ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്, ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട്. അത് ചെയ്താൽ നമുക്ക് കിട്ടും ടെൻസൈൽ സ്ട്രെസ് കിട്ടും. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ വയറാ. എന്താ ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? സ്ട്രെയിൻ തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഫ്രാക്ഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താടാ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫ്രാക്ഷണൽ ചേഞ്ച് FC ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. നമുക്കറിയാലോ ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്, ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട്. അത് ചെയ്യാലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി ബാക്കിയൊക്കെ മാത്സ് ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, സ്വയം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സ്വയം ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യടാ? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ആൻസർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്യണേ. എല്ലാവരും എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോടാ? കൺസെപ്റ്റ് ഓക്കെ ആണോ? നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ആദ്യം നമ്മൾ യങ്സ് മോഡുലസ് കണ്ടുപിടിച്ചു. സ്ട്രെയിൻ നമുക്കറിയാം. സോ യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, യങ്സ് മോഡുലസ് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് സ്ട്രെയിൻ അറിയാം, ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അത് നമുക്കറിയാം, സ്ട്രെസ് കിട്ടി. ഇനി എന്താ? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ,
അടുത്ത് എ സ്റ്റീൽ റോഡ് ഹാസ് റേഡിയസ് 10 millimeter ആൻഡ് എ ലെങ്ത് ഓഫ് 1 meter. എ 100 kilonewton ഫോഴ്സ് സ്ട്രെച്ചസ് ഇറ്റ്സ് along its length. Calculate the elongation of the steel rod. Young's modulus of steel is 2.0 into 10 raised to 11 Newton per meter square. ഓക്കെ, ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ക്വസ്റ്റ്യൻ വായിച്ചു. ഇനി അടുത്ത പണി എന്താ, തന്നിരിക്കുന്ന കാര്യങ്ങൾ സൈഡിൽ എഴുതി വെക്കുക. ഏതൊക്കെയാണ്? സ്റ്റീൽ റോഡ് ഓഫ് എ റേഡിയസ് 100 millimeter അല്ലേ, റേഡിയസ് ഉണ്ട് എത്രയാ 10 millimeter. അത് നമ്മൾ എന്താക്കണം, 10നെ മില്ലിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണടാ, മീറ്ററിലേക്ക് മാറണ്ടേ. സോ 10 into 10 raised to -3 meter. ഓക്കെ, അടുത്ത ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാ 1 meter ആണ്. ഓക്കെ, ഇനി അടുത്ത് എന്താ, എ 100 kilonewton ഫോഴ്സ് അല്ലേ, ഫോഴ്സ് ഉണ്ട് എത്രയാ 100 kilo ആണ് അല്ലേ, കിലോനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാം 10 raised to 3 അല്ലേ, 10 raised to 3 Newton അറിയാലോ അല്ലേ, കിലോ എന്ന് പറഞ്ഞാൽ 10 raised to 3 ആണ്. സോ 100 kilonewton എന്ന് പറഞ്ഞാൽ 100 into 10 raised to 3 Newton. അടുത്ത് ഇറ്റ്സ് ലെങ്ത് കാൽക്കുലേറ്റ് ഇലോങ്ങേഷൻ ഓഫ് ദ സ്റ്റീൽ ആണ്. ഇലോങ്ങേഷൻ അതായത് ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യം അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിൽ സാധനങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. ഇനി നമുക്ക് പഠിച്ച ഇക്വേഷൻ നമ്മൾ ആകെ ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് കൂടെ ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ, എ ഇൻറ്റു ഡെൽറ്റ എൽ. ഈ ഇക്വേഷൻ മറക്കാണ്ട് പഠിക്കുക കേട്ടോ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ എന്നാണ് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. എഫ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്ര 100 into 10 raised to 3 ഇൻറ്റു ലെങ്ത് എത്രയാ 1 ബൈ ഏരിയ എത്രയാ, ഏരിയ ഇവിടെ കണ്ടുപിടിക്കണം. ഏരിയ നേരത്തെ ചെയ്ത പോലെ എന്താ പൈ ആർ സ്ക്വയർ അല്ലേ, പൈ ആർ സ്ക്വയറിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ എത്രയാ 10 into 10 raised to -3 ഹോൾ സ്ക്വയർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും എത്ര കിട്ടിയടാ, 10 into 10 raised to -3 എന്ന് പറഞ്ഞാൽ 10 raised to -2 ആണ് അല്ലേ. 10 raised to 1 into 10 raised to -3 എന്ന് പറയുമ്പോൾ 10 raised to -2 വരും. 10 raised to -2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 raised to -4 ആവും. സോ ആൻസർ വിൽ ബി പൈ ഇൻറ്റു 10 raised to -4. ഓക്കെ, സോ ആൻസർ വിൽ ബി പൈ ഇൻറ്റു 10 raised to -4 ഇൻറ്റു ഡെൽറ്റ എൽ. ചേഞ്ച് ഇൻ ലെങ്ത് ആണ് അല്ലേ, ഡെൽറ്റ എൽ കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ എൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇയാളെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 100 into 10 raised to 3 അല്ലേ, 100 into 10 raised to 3 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 10 raised to -4 ഇൻറ്റു അല്ലേ. ഈ ഇക്വേഷനിൽ നിന്ന് ഡെൽറ്റ എൽ ഇങ്ങോട്ടും പോയ വൈ താഴേക്കും വരും. അപ്പോൾ ഇൻറ്റു വൈ, വൈൻ്റെ വാല്യൂ വന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ എത്രയാ, വൈ ഇസ് ഈക്വൽ ടു 2 into 10 raised to 11 ആണ്. സോ വൈ വിൽ ബി ഈക്വൽ ടു 2 into 10 raised to 11. ഇതെന്താ എന്താ ഉണ്ടായേ, ഡെൽറ്റ എൽ മുകളിലേക്ക് വന്നു, വൈനെ താഴേക്ക് കൊണ്ടുവന്നു. സോ ഡെൽറ്റ എൽ വിൽ ബി ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു വൈ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, സോ ആൻസർ വിൽ ബി ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 100 into 10 raised to 3 എത്രയാ, 100 എന്ന് പറഞ്ഞാൽ 10 raised to 2 ആണ്. 10 raised to 2 into 10 raised to 3 പറഞ്ഞാൽ എത്ര കിട്ടൂടാ, 10 raised to 5 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഇവിടെ ഒരു 10 raised to -4 ഉണ്ട്, ഒരു 10 raised to 11 ഉണ്ട് അല്ലേ. 10 raised to -4 ഉം 10 raised to 11 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും നമുക്ക്, 10 raised to 7 ആണ് അല്ലേ. 10 raised to 7 ഇൻറ്റു എത്ര വരും, ഒരു 2 ഉണ്ട്. ഓക്കെ, ഇനി 10 raised to 7 മുകളിലേക്ക് പോയാൽ നമുക്ക് എന്ത് കിട്ടും, 10 raised to 5 ഇൻറ്റു 10 raised to -7 ഡിവൈഡഡ് ബൈ 2π. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 10 raised to -2 ഡിവൈഡഡ് ബൈ 2π. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഓക്കെ ആണോടാ, ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ? എന്താ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തേ? ഇത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ. എഫ് ഇസ് ഈക്വൽ ടു കട്ട് ചെയ്യണേ, y is equal to എന്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്ത് y is equal to എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ ആണ്. എന്താടാ, എഫ് എൽ ഡിവൈഡഡ് ബൈ എ എഫ് എൽ കട്ട് ചെയ്യണേ. അപ്പോൾ നോക്കടാ, ഇവിടെ എന്താ നമ്മൾ ചെയ്തേക്കുന്നത്, എന്താ കട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നോക്കിക്കാം മക്കളെ, നമ്മൾ എന്താ ഈ ക്വസ്റ്റ്യനിൽ ചെയ്തേ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y is equal to എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ അല്ലേ. എ ഡെൽറ്റ എൽ ആണ്, പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാ ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എൽ മുകളിലേക്ക് വരുന്നു, ഡെൽറ്റ എൽ വിൽ ബി ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ വൈ താഴേക്ക് വരുന്ന എന്തായി, എ ഇൻറ്റു വൈ എന്നായില്ലേ, വൈ എന്നായി. ഈ സാധനങ്ങളൊക്കെ നമുക്കറിയാലോ, എഫ് അറിയാം, എൽ അറിയാം, വൈ അറിയാം. ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം, റേഡിയസേ തരുള്ളൂ, അതിനെ ഏരിയയിലേക്ക് നമ്മൾ മാറ്റണം. അങ്ങനെ മാറ്റിയിട്ടാണ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു 100 into 10 raised to 3 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു
10⁻⁴ ഇൻറ്റു 2 ഇൻറ്റു 10⁻11. ഓക്കെ, എന്തൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ള സൈഡിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താടാ, നമ്മൾ സൈഡിൽ എല്ലാ ക്വാണ്ടിറ്റീസും എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്? എല്ലാ ക്വാണ്ടിറ്റീസിനും എന്തിലേക്ക് മാറ്റുകൂടെ വേണം, SI യൂണിറ്റിലേക്ക് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ തെറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ ചോദിച്ചേക്കുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, ഇലോങ്ങേഷൻ ഓഫ് ദ, അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ഓഫ് ദ സ്റ്റീൽ റോഡാണ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് എന്തായിരിക്കടാ, നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കണ്ട, മീറ്ററിലായിരിക്കണം അല്ലേ? മീറ്ററിലായിരിക്കണം അല്ലേ? നിങ്ങൾക്കറിയാം. ഓക്കെ, ഫൈൻ, ശരി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നോക്കിക്കേ, ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ വയേഴ്സ് ഓഫ് 2 മെറ്റീരിയൽസ് A and B ആർ ഗിവൺ ബിലോ. രണ്ടുപേരുടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, ഇത് കട്ട് ചെയ്യണം കേട്ടോ, ഈ ഭാഗം കട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ അല്ലേ? ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ അതിനെന്താ വിളിക്കുക അല്ലേ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു മോഡുലസ് ആയിരിക്കും. ഏത് മോഡുലസ് ആയിരിക്കും? യങ്സ് മോഡുലസ് ആണോ, ബൾക്ക് മോഡുലസ് ആണോ, റിജിഡിറ്റി മോഡുലസ് ആണോ? ആരായിരിക്കുംടാ? നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്താ? ഷിയർ മോഡുലസ്, അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ദാറ്റ് ഈസ് റിജിഡിറ്റി മോഡുലസ് അല്ലേ? അതാ പറഞ്ഞത്, ആ പേരുകൾ മാറിപ്പോരുത്, ശരിക്ക് കറക്റ്റ് പഠിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി, ആൻസർ വിൽ ബി റിജിഡിറ്റി മോഡുലസ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? സ്റ്റേറ്റ് ഹുക്സ് ലോ. അറിയാലോ, ഹുക്സ് ലോ നമുക്ക് അറിഞ്ഞുവിടറാ. സെറ്റ് അല്ലേ? നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ റബ്ബർ ബാൻഡ് ക്യാൻ ബി പുൾ ടു സെവറൽ ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഏകദേശം ഇതാ ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും കേട്ടോ. അതങ്ങനെ ചോദിച്ച് കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഇനി അഥവാ ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഷേപ്പ് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, വൈ ആക്സിൽ സ്ട്രെസ്, എക്സ് ആക്സിൽ സ്ട്രെയിൻ. ഓക്കെ, ഫൈൻ. റോപ്സ് ഓഫ് ക്രെയിൻസ് ഈസ് മെയ്ഡ് ഓഫ് എ നമ്പർ ഓഫ് വയേഴ്സ്, തിൻ വയേഴ്സ് ബ്രൈഡഡ് ടുഗദർ. എന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മളെ കയറ് എടുത്തോട്ടെ, ഇപ്പോൾ സ്റ്റീലിൻ്റെ കയറായിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ കയറായിക്കോട്ടെ, ഒരൊറ്റ നാരെടുക്കുന്നതിന് പകരം ഒരുപാട് ചെറിയ നാരുകൾ കൂട്ടിയിട്ടായിരിക്കും ചുറ്റിയിട്ടായിരിക്കും എല്ലാ കയറുകളും ഉണ്ടാവുക അല്ലേ? ഒറ്റൊരു കയറിന് ഒരൊറ്റ മെറ്റീരിയലിന് ഉപയോഗിക്കാണ്ട് എന്ത് ചെയ്യും? വളരെ തിന്നായിട്ടുള്ള നാരുകൾ കൂട്ടിയിട്ടാണ് എന്തുണ്ടാവുക? കയറുകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കയറുകൾക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ഒരു ഫ്ലെക്സിബിൾ നേച്ചർ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനെ മതി ടു ഗെറ്റ് ഫ്ലെക്സിബിൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രോബ്ലം ആയിരിക്കാം നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് ചോദിച്ചിട്ട് അതിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പോൾ വളരെ എളുപ്പം കിട്ടാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ. മെയിനായിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ ആണ്. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താടാ? y = f(L) ഡിവൈഡഡ് ബൈ a delta L. ഏരിയ മിക്കവാറും റേഡിയസ് ആയിരിക്കും തരിക, അതിന് ഏരിയയിലേക്ക് മാറ്റണം. ഏരിയ = πr². ഈ രണ്ട് ഇക്വേഷൻസ് മറക്കാണ്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് മനസ്സിലാക്കുക. ആ ഗ്രാഫിൽ നിന്ന് എന്തായാലും പ്രോബ്ലംസ് ചോദിക്കും. ഗ്രാഫ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട്, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങളുടെ ടൈമാണ്, കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ സമയം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാണ്ട്. ഇനിയുള്ള കുറച്ച് മാസങ്ങളേ ഉള്ളൂ അല്ലേ? 2 മാസമേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. 2 മാസം പോലും ഇല്ല, ഒരു 1.5 മാസം. അപ്പോൾ ആ ഒരു സമയം നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാക്കുക. എന്ത് ചെയ്യുക? നല്ലൊരു കരിയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ബൈ, ടാറ്റ. ഇനി അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.